മമ്മിയുടെ തോൽവി എന്നും എന്റെ മനസ്സിലുണ്ടാവും. ഞാൻ ജയിച്ചേ പറ്റൂ. കബനിയുടെ മുമ്പിലായാലും കാത്തിരിക്കുന്നവളുടെ മുമ്പിലായാലും. മേനകെ, അവളുടെ മുമ്പിൽ ഇത്രയൊന്നും പറയണമെന്ന് ഞാൻ കരുതിയതല്ല. എന്നാലും വല്ലാത്തൊരു ജന്മമായി പോയി എന്റേത്. മോളെ. അല്ലേ മമ്മി? വിട്ടുകളയടി. എല്ലാത്തിനും എതിരെ നിൽക്കുന്നവർ എന്ന പട്ടം ചാർത്തി നമ്മളെ മാറ്റി നിർത്തുന്നവർക്കറിയില്ല നിന്റെ കണ്ണീരിന്റെ അർത്ഥം. മനസാക്ഷിയുള്ള ആരുടെ മുമ്പിലും നിന്റെ കണ്ണീരും പ്രാർത്ഥനയും ന്യായീകരിക്കപ്പെടും. കാത്തിരിക്കടി. കാവലിരിക്കാനേ മമ്മിക്ക് പറ്റൂ. എല്ലാം എടുത്ത് വെക്ക്. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം. എന്തിന്? ഒരാൾക്കും കൊടുക്കണ്ട. എടി, അവരുടെയൊക്കെ വീട്ടുകാർ വന്ന് പോകുമ്പോ അവരൊക്കെ നമുക്ക് തരാറില്ലേ? നീ അതൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലോ. അത് അവരുടെ ബുദ്ധിയില്ലായ്മയാ. ഞാൻ ആർക്കും കൊടുക്കൊന്നുമില്ല. എനിക്കിതൊക്കെ 2 ദിവസം കൊണ്ട് കഴിക്കാനുള്ളതല്ലേ ഉള്ളൂ. ആക്രാന്തം പറയാതിരിക്ക. ഇനി വൈകിച്ച ശരിയാവില്ല. നമുക്കും വീട്ടിൽ നിന്ന് വരാൻ ആളുകളുണ്ടെന്ന് അവരറിയട്ടെ. അതിന് ഏട്ടന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ പോരെ? അവര് കണ്ടല്ലോ ഏട്ടൻ വന്നു പോകുന്നൊക്കെ. പിന്നിപ്പ എന്താ? എടി, എന്നെ കൊന്നാലും ഞാൻ കൊടുക്കൂല. ഞാൻ കൊടുക്കും. എന്നാ അവറ്റകളൊക്കെ എന്റെ ശാപം കാരണം വയറിളകി ചാവൂ. നോക്കിക്കോ. എടി കുറച്ചേ ഉള്ളടി. അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് കാലം എത്രയായി? കൊതി കൊണ്ടാടി. ഓ, അവളുടെ ഒരു അമ്മ സെന്റിമെന്റ്സ്. എന്നാ തിന്നോ, ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. താങ്ക് യു. ഇതെന്താ അത്? അത് നീ അറിയണ്ട. പറഞ്ഞതാടി. ഇതെന്താ, കുടിക്കാനാ? അതെ, ഞാനേ ഗണേശനോട് പ്രത്യേകം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ നാടൻ പഴങ്ങളൊക്കെ പറിച്ചുണ്ടാക്കിയ ജ്യൂസാ. വേണോ? ഇതിന്റെ ഗുണം എന്താ? അതിനോ, ഇത് കുടിച്ചാ സൗന്ദര്യം, ബുദ്ധി അതൊക്കെ ഉണ്ടാവും. ഭയങ്കരീ. വെറുതെ അല്ല നീ ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കിക്കോ, ഞാനിതൊക്കെ കുടിച്ച് നിന്നെ പോലെ ആവും. നിന്നെ പോലെ ബുദ്ധിയും വയ്ക്കും. ഇതിപ്പോ എത്ര വെച്ചാ കഴിക്കണ്ടേ? അങ്ങനൊന്നുമില്ല. നീ വേണമെങ്കി ഒന്നിച്ചു കഴിച്ചോ. എന്താടി? നീ ഇത് കഴിച്ചു കഴിഞ്ഞാ നിനക്ക് വരുന്ന മാറ്റം ആലോചിച്ചതാ. സൗന്ദര്യവും ബുദ്ധിയൊക്കെ വരുമ്പോ എന്നെ നീ മറക്കല്ലേടി. നീ എന്റെ മുത്തല്ലേടി. ഇതിനെന്താ ഒരു പച്ചമരുന്നിന്റെ മണം? എടി, എന്നാ അതവിടെ വച്ചേക്ക്. ഇതേ കൊട്ടാരമുറ്റത്ത് ചെന്നിട്ട് നമുക്ക് പരീക്ഷിക്കാം. അതെന്താ അവിടെ? അവിടുത്തെ മുത്തശ്ശന് കൊടുക്കാം. പിന്നെ അയാളിനി സൗന്ദര്യം വെച്ച് വീൽ ചെയറിൽ ഇറങ്ങി കല്യാണം കഴിക്കാൻ പോവല്ലേ? എടി, ഇതേ നാട്ടിൽ നിന്ന് വൈദ്യരെടുത്തുനിന്ന് കൊണ്ടുവന്ന മരുന്നാ. അയ്യേ, എന്നെയാ? ഇത് നമുക്ക് മുത്തശ്ശന്റെ കാലിലിടണം. പാവം അനങ്ങാൻ വയ്യാണ്ട് കിടക്കല്ലേ. ചിലപ്പോ ശരിയായാലോ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. അതെ, നീ പെട്ടെന്ന് ഇറങ്ങ്. നമുക്കിപ്പൊ തന്നെ കൊട്ടാരമുറ്റത്ത് പോവാം. ആ ഇരിപ്പിൽ നിന്ന് മുത്തശ്ശൻ എഴുന്നേറ്റ് നടന്ന മുത്തശ്ശിയുടെ മനസ്സില് നമ്മുടെ സ്ഥാനം എന്തായിരിക്കും? എനിക്ക് ഉറപ്പാ ഇത് ഫലിക്കുമെന്ന്. നീ വേഗം ഇറങ്ങ്. ഞാനില്ല, നീ പോയിട്ട് വാ. അപ്പോഴേക്കും ഞാനിതൊക്കെ ഒതുക്കി വെക്കാം. അതെനിക്കറിയാം, നീ ഇതൊക്കെ ഒതുക്കൂന്ന്. ഒന്ന് പോടി. ഹലോ രംഭ, ഇവിടെ പത്മിനിയുടെ ഏട്ടൻ വന്നിരുന്നു. അതിന് ഞാൻ എന്ത് വേണം?
എടി അവളിപ്പോ അതും കൊണ്ട് നേരെ അങ്ങോട്ടാ വരുന്നത്. പിന്നെ അപ്പൂപ്പൻ അവളുടെ ദിവ്യൌഷധം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോവല്ലേ? നീ കളിയാക്കണ്ട. നാട്ടുവൈദ്യത്തിന് അങ്ങനെ ചില സാധ്യതകളൊക്കെ ഉണ്ട്. ഡോക്ടർമാർ ഉപേക്ഷിച്ച എത്രയോ കേസുകള് വൈദ്യമാര് ശരിയാക്കിയിട്ടുണ്ടെന്നറിയോ? എടി അവള് കാരണം നിന്റെ അപ്പൂപ്പനൊന്ന് എഴുന്നേറ്റ് നടന്ന കൊട്ടാരമുറ്റത്ത് അവളുടെ സ്ഥാനമൊന്ന് നീ ആലോചിച്ച് നോക്കിയേ. നിനക്ക് പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവോടി? നീ പറഞ്ഞത് ശരിയാ. അങ്ങനെ ഒരു ചികിത്സ തൽക്കാലം നടക്കണ്ട. അവളിങ്ങി വരട്ടെ. അവൾക്കുള്ളത് ഞാൻ ഇവിടെ കരുതി വെച്ചോളാം. എന്താ നിന്റെ പ്ലാൻ? വരട്ടെ, സ്വീകരിക്കാൻ ഞാനുണ്ടാവും. ഞാനും വരാം അങ്ങോട്ടേക്ക്. നിന്റെ പ്രതികാരം എനിക്കൂടി കാണാലോ. എങ്കി വാ. എന്താ നൃത്തം പറഞ്ഞേ? ഏയ് ഒന്നുമില്ല സാറേ. പെട്ടെന്ന് അവരെ കണ്ടു പിരിഞ്ഞപ്പോൾ എന്തോ ഒരു അവിടുത്തെ ഇടവഴികളിലും കാട്ടിലും മേട്ടിലുമൊക്കെ എൻ്റെ തോളിൽ തൂങ്ങി നടന്ന മക്കളാ. പെട്ടെന്ന് അങ്ങോട്ട്. സാരമില്ല ഗണേശ, അവരും ഏത് സമയം പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങളാണ്. കവനി കൂടെ കൂടെ അപ്പൂപ്പൻ്റെ വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വിങ്ങല. എന്നറിയും, ആരറിയിക്കും, അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാ സാറേ. നമ്മളെന്ത് ചെയ്യാനാ? തൽക്കാലം ഇങ്ങനെ പോട്ടെ. കബനി നാടുവിട്ടതിലോ പഠിക്കാൻ ചേർന്നതിലോ ഒന്നും ആയിരിക്കില്ല രാധികച്ചിയുടെ വിഷമം. അപ്പൂപ്പം മരിച്ചിട്ട് ഒന്ന് കാണാൻ പോലും പറ്റാത്തതിലായിരിക്കും. അവളെ ഒന്നും അറിയിക്കാത്തതിന് എന്ത് ന്യായീകരണം പറഞ്ഞാൽ നമ്മൾ അവളെ സമാധാനിപ്പിക്കുക? എല്ലാ മുറിവുകളും ഉണക്കുന്നത് കാലമാണെന്ന് പറയാറില്ലേ? അങ്ങനെ ഉണങ്ങുന്നു കരുതാം. സാറേ, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആരും അധികം ദൂരമൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല. പെൺകുട്ടികളെ കൈവിട്ട് നടക്കാൻ തന്നെ പേടിയാ സാറേ. എന്നിട്ടും അവരിവിടെ ഇങ്ങനെ. സാറിൻ്റെ നല്ല മനസ്സ് കൂടെ ഉണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ഒരു ധൈര്യം. അവർക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗണേശൻ ധൈര്യമായിട്ടിരുന്നു. അല്ല സാറേ, ഒരിക്കൽ ഫോൺ ചെയ്തപ്പോൾ കോളേജിൽ ആ രംഭ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നതായി പറഞ്ഞല്ലോ. എന്താ അത്? അതൊരു ചെറിയ കാര്യമാണ്. രംഭ ഒരിക്കൽ ഇവരൊന്ന് തോൽപ്പിച്ചതിൻ്റെ വാശി അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തീർക്കാൻ നോക്കും. അന്യസ്ഥലത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആവശ്യമില്ലാത്ത വാശിയുടെയും വൈരാഗ്യത്തിൻ്റെ ഒക്കെ പേരിൽ കഷ്ടപ്പെടുന്നതിൻ്റെ നശിച്ചു പോകുന്നതിൻ്റെ ഒക്കെ കഥകൾ നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? അങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത ആദിയാ സാറേ. എത്ര വലുതായി എന്ന് പറഞ്ഞാലും ഇവരൊക്കെ നമുക്ക് കുട്ടികൾ തന്നെ സാറേ. തെറ്റ് ചെയ്തതെന്ന് തോന്നിയാൽ ഒന്ന് ശാസിക്കാനും നല്ലത് ചെയ്തതെന്ന് തോന്നിയാൽ കൂടെ ഇരുത്തി അഭിനന്ദിക്കാനൊക്കെ തോന്നുന്ന കുട്ടികൾ. അവർക്കുള്ളിൽ പരസ്പരം വാശിയും വൈരാഗ്യമൊന്നും വേണ്ട സാറേ. സാറാ കൊച്ചിനോടൊന്ന് സംസാരിച്ച് അവരെ ഉപദ്രവിക്കില്ലെന്ന് പറയണം. അവൾക്ക് ജയിക്കാനാണെങ്കിൽ ഇവരൊന്ന് തോറ്റു കൊടുക്കട്ടെ. ആരും അറിയാത്ത നാട്ടിൽ എന്തു വാശി, എന്തു വൈരാഗ്യം. ഗണേശ, നിങ്ങളുടെ നാട്ടിലെ കബഡി ടൂർണമെന്റ് ഞാൻ കണ്ടതാ. ഗണേശനായിരുന്നല്ലോ അനൗൺസർ. നാടിനെക്കുറിച്ചും രക്തത്തിലെ വീര്യത്തെക്കുറിച്ചും ഗണേശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ കബനിയുടെയും പത്മിനിയുടെയും രക്തത്തിലുണ്ട്. പെട്ടെന്നൊന്നും അവർ തോറ്റു കൊടുക്കില്ല. ആ വാശി തന്നെയാണോ നിങ്ങളുടെ നാടിന്റെ സൗന്ദര്യം? ആ പിന്നെ സാറേ, അവർക്ക് ഫീസ് കൊടുത്ത കാശ് ഞാൻ അടുത്ത തവണ വരുമ്പോൾ സാറിനങ്ങ് തന്നേക്കാം. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ടെൻഷൻ ആവട്ടെ ഗണേശ, മിക്കവാറും അവരുടെ ഫീസിന്റെ കാര്യം കൂടി സൗജന്യമാക്കുന്ന ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഓ, അത് കഴിഞ്ഞാൽ പിന്നെ പണത്തിന്റെ ആവശ്യം വരില്ല. സാറേ, സാറിന് പോകാൻ തിരക്കുകയാണല്ലേ? ഏയ്, ഗണേശൻ വന്ന ദിവസമല്ലേ. ഇന്നത്തെ പരിപാടികൾ അല്പം ഞാൻ മാറ്റിവെച്ചേക്കാം.
താൻ കയറ്. എന്തായാലും നമ്മുടെ നഗരം ചെറുതായിട്ടൊന്ന് കറങ്ങാം. അയ്യോ അതൊന്നും വേണ്ട സാറേ. ഞാനവിടെ വരുമ്പോ നിങ്ങൾ ചില ആതിഥ്യ മര്യാദയൊക്കെ കാണിക്കാറില്ലേ? അപ്പോ ഞാനത് തിരിച്ചും കാണിക്കണ്ടേ? സാറ് നല്ലവനാ സാറേ. വലിയ കൊട്ടാരത്തിലൊക്കെ ജനിച്ചിട്ട് ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുന്ന ഭാഗ്യ. ഗണേശ വാ പോ. മേനകെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാൽ എങ്ങനെയാ? അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ദേ നോക്ക്. നീ എന്താ ഈ കാണിക്കുന്നേ? ആൾക്കാര് വീഴില്ലേ? വീഴുവോ? ആ പിന്നല്ലാതെ. അത് അഴിച്ചു മാറ്റിക്കേ. ഏ അച്ഛമ്മ ഇപ്പൊ പുറത്തിറങ്ങും. ഇതും കൂടി കണ്ട പിന്നെ അത് മതി. അച്ചമ്മയ്ക്കുള്ളതല്ല, പിന്നെ ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കബനിക്കുള്ളതാ. അവള് നാട്ടിൽ നിന്ന് ഏതോ നാട്ടുവൈദ്യന്റെ തൈലം വരുത്തിയിരിക്കുന്നു. എന്തിനാന്നറിയോ? അപ്പപ്പന്റെ കാല് ശരിയാക്കാൻ. ഓ അത് ശരി. അപ്പോ അവള് പാർവതി അമ്മയുടെ മനസ്സിലേക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഇങ്ങോട്ട് കുടിയേറാനുള്ള നീക്കത്തില്ല. മിടുക്കി. നാത്തൂന്റെ കണ്ണിൽ പൊടിയിടാൻ ഇത് ധാരാളമാ അല്ലേ മേനകെ? തടസ്സം പറയാൻ തൽക്കാലം നമുക്ക് അധികാരമില്ലല്ലോ. മമ്മി നോക്കിക്കോ, പാദം കഴുകി കൊടുത്ത എന്റെ മുന്നിൽ തന്നെ അവള് തലയടിച്ചു വീഴും. പിന്നെ നാട്ടുവൈദ്യന്റെ തൈലം അവൾക്ക് തന്നെ ആയിരിക്കും ഫലിക്കുക. പക്ഷേ ഇത് മേനകെ, വലിയ വലിയ ആയുധങ്ങൾക്ക് മുൻപിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ഒരുപക്ഷെ നിസ്സാരമായ ഒരു ആയുധത്തിന് മുൻപിലായിരിക്കും വീഴുക. ഇത് കുട്ടികൾ തമ്മിലുള്ള ഒരു കുട്ടിക്കളി. നമുക്ക് കാത്തിരുന്ന് കാണാം. വാ. എങ്ങോട്ടായി ധൃതിക്ക്? ഓ രംഭയെ കാണാനായിരിക്കും അല്ലേ? അതെ. നീ എന്താ ഇവിടെ സ്ഥിരതാമസമാക്കിയോ? ആക്കിയില്ല, പക്ഷേ ആക്കിയാലോന്ന് ആലോചിക്കുക. അഹങ്കരിക്കില്ലേടി. രംഭയെ നീ നാണം കെടുത്തിയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. അതിനുള്ള മറുപടി അവള് നിനക്ക് തന്നോളും. ഓ അത് സാരമില്ല, എല്ലാരും കൂടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ രംഭയെന്ന് വിളിക്കുമ്പോ ഞാൻ ദൈവമേന്നാ വിളിക്കുന്നത്. അതാ ഇടയ്ക്കിടയ്ക്ക് ദൈവം എന്നെ ഒന്ന് ജയിപ്പിക്കുന്നത്. കാണാം നമുക്ക്. ഇന്നെന്തായാലും ഒരു ജയം കൂടി നിനക്കുണ്ടാവോടി. ഓ അപ്പോ എനിക്കെന്തോ കരുതി വെച്ചിട്ടുണ്ട്. അതാ എന്റെ കൂടെ ഇങ്ങ് പോന്നത് അല്ലേ? അതെ. നീ ഇവിടെ റാണി ചമഞ്ഞപ്പോ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാ. ശരി, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. മാറ്. നിക്കടി. അങ്ങനെ ഇപ്പൊ നീ മുമ്പിൽ പോണ്ട. നീ വരുന്നതിന് മുമ്പേ കൊട്ടാരമുറ്റം ഞങ്ങളുടേതാ. ഞങ്ങൾക്കുള്ള സ്ഥാനം കഴിഞ്ഞു മതി നിനക്ക്. ചിന്ത, അയ്യോ എടി, നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? പാവം രംഭ എനിക്കെന്തോ കരുതി വെച്ചിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് വെല്ലുവിളിച്ചു. ഇതാവൂന്ന് ഞാനും കരുതിയില്ല. 3 പേരും കൂടി ചേരുമ്പോ കുറച്ചുകൂടെ നിലവാരം കൂടിയ കളിയൊക്കെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു മാതിരി കമ്പി വലിച്ചു കെട്ടി. അയ്യേ എന്തത്? നിർത്തടി. നീ ഒരുപാട് അഹങ്കരിക്കണ്ട. എന്താ നിന്റെ കയ്യില്? നീ ഇപ്പൊ ഇവിടെ ചികിത്സയും തുടങ്ങിയോ? ഓ അപ്പോ വിവരം ഇങ്ങോട്ട് എത്തി അല്ലേ? അതെന്തായാലും ഞാൻ സമ്മതിച്ചു. അസല് ചാരപ്രവർത്തനം. ദേ
ഇവിടെ ആർക്കും നിന്റെ ചികിത്സ വേണ്ട. നാണം ഇല്ലടി നിനക്ക്? ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ തെണ്ടി കയറി വരാൻ അതിനുള്ള നാണോ മാനോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ നിന്റെ അമ്മ? രംഭ, ഇവളെ ഇറക്കി വിട്ടേക്ക്. നോക്ക്, വാക്കുകൾ കുറച്ച് കടുപ്പിച്ചാ ഞാൻ ഇറങ്ങി പോകുന്നുള്ള ധാരണയൊന്നും വേണ്ട. പൂജയിൽ സംഭവിച്ചതിനൊന്നും ഞാൻ കാരണക്കാരിയല്ല. മുതിർന്നവര് പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. ഇനി അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനും കുഴപ്പമില്ല. ഞാനേ ഇതൊന്ന് കൊടുത്തോട്ടെ. നിൽക്ക. ഇവൾ എന്റെ മകളാ. നാളെ ഇവിടുത്തെ സകല സമ്പത്തിനും അവകാശിയാ ഇവള്. നിന്റെ ഇവിടുത്തെ വരവ് വിലക്കാനുള്ള അവകാശം ഇവൾക്കുണ്ട്. തൽക്കാലം അതില്ലാന്ന് എനിക്കറിയാം. ഇപ്പോ ഈ വീട്ടിലെ അധികാരം കൊട്ടാരമുറ്റത്തെ പാർവതി അമ്മയ്ക്ക്. എന്നെ വിലക്കണമെങ്കിൽ മുത്തശ്ശി വിലക്കിക്കോളും. ഇത് അഹങ്കാരമൊന്നുമല്ല, ആ പാവപ്പെട്ട മുത്തശ്ശനോടും മുത്തശ്ശിയോടുമുള്ള സ്നേഹം കൊണ്ടാ. ക്ഷമിച്ചേക്കേ. എടി, അവള് കരുതി കൂട്ടിയ അതാ മറുപടികൾക്ക് ഇത്ര വ്യക്തത. ഐ ആം സോറി രംഭ. മിണ്ടരുത്. എല്ലാം നശിപ്പിച്ചിട്ട് എടി, എനിക്ക് വേദനിക്കുന്നു. അനുഭവിക്കാം. രംഭ, ഡേ, മേനകെ, അവളീ കൊണ്ടുവന്ന മരുന്ന് എന്തെങ്കിലും ഫലമുള്ളതായിരിക്കോ? എവിടെ? വൈദ്യമാരും സ്വാമിമാരും എത്ര കയറി ഇറങ്ങി ഇവിടെ. ചലിച്ചോ ഒരു വിരലെങ്കിലും? തൽക്കാലം അവൾക്ക് ഒരു മുതലെടുപ്പ്, അത്ര തന്നെ. ഹലോ ഋഷി, എവിടെയാ നീ? ഗ്രാമത്തിൽ നിന്ന് പത്മിനിയുടെ ഏട്ടൻ വന്നിരുന്നു, ഗണേശൻ. ഞാൻ പുള്ളിയുടെ കൂടായിരുന്നു. അയാളിപ്പോഴും കൂടെ ഉണ്ടോ? ഏയ് ഇല്ല, ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടതേ ഉള്ളൂ. കമനിക്കും പത്മിനിക്കും എന്ത് സന്തോഷമായെന്നറിയോ? അവരുടെ സ്നേഹം കണ്ട നമ്മളൊക്കെ അന്തം വിട്ടു. പിന്നെ മമ്മി വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലേ? ഓ, വിളിച്ചിരുന്നോ? ഞാൻ ഗണേശന് വേണ്ടി ഒരു പർച്ചേസിന് ഇറങ്ങി, അതാവും കേൾക്കാതിരുന്നത്. മമ്മി അതും പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് കണ്ടു. എന്തായാലും നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എനിത്തിങ് സീരിയസ്? എനിക്കറിയില്ല, എന്നോടിപ്പോ വന്ന് പറഞ്ഞു നിന്നെ വിളിക്കാൻ. കൂട്ടത്തിലൊരു കമന്റും, എന്റെ ഫോൺ എടുത്തില്ലെങ്കിലും നിന്റെ ഫോൺ എടുക്കുമെന്നു. ഓ, അത് സ്ഥിരമുള്ളതല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ദേവരഞ്ജനി മേഡത്തിന്ന് വിളിക്കാം. മാറ്റർ എന്താണെന്ന് ആദ്യം അറിയട്ടെ. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. നിന്നെ വിളിച്ച് ഇപ്പൊ തന്നെ മുമ്പിൽ ഹാജരാക്കണമെന്നാ കൽപ്പന. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അപ്പോ എന്തോ സീരിയസ് ആണ്. രംഭയാണോ അവളുടെ മമ്മിയാണോ അതോ അമ്മമ്മയോ? എന്തെങ്കിലും കോള് വന്നു കാണും. അമ്മയ്ക്ക് ഇന്ദ്രപുരിയുടെ മഹത്വം പറയാൻ ഒരു കാരണമായല്ലോ. എന്തായാലും നീ വന്ന് നേരിട്ട് കേട്ടോ, വൈകല്ലേ. ഇല്ലില്ല, പെട്ടെന്ന് വന്നേക്കാം. ഏട്ടത്തിക്ക് ടെൻഷൻ വേണ്ട. എന്തായിരിക്കും മാറ്റർ? ആ, എന്തോ ഒരു വിചാരണ, അത് ഷുവർ. അങ്ങനെയല്ല മോളെ. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും തോന്നും, ഭാര്യയും മകളും ഉള്ള ഒരാൾ മറ്റൊരു പെണ്ണിനും അവരുടെ മകൾക്കും വേണ്ടി എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന്. അവരെ ബോധപൂർവം ചിലർ കൺമുമ്പിൽ നിന്ന് മാറ്റുകയായിരുന്നു, ഓടിക്കുകയായിരുന്നു. അന്ന് തെരഞ്ഞു തുടങ്ങിയതാ ഇന്നും തുടരുന്നത്. ഗൗരി, അതല്ലേ അവരുടെ പേര്? അതെ. കുഞ്ഞിന് അവൾ എന്ത് പേര് വെച്ചുവെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഓരോ തവണ കൊട്ടാരമറ്റത്ത് നടക്കുന്ന പൂജകൾ അവളോടും മകളോടുമുള്ള പ്രായശ്ചിത്തത്തിന് തികയുമോന്ന് പോലും സംശയിച്ചാ ഞങ്ങൾ നടത്തുന്നത്. അല്ല മുത്തശ്ശി, അഥവാ ഒരിക്കൽ കണ്ടെത്തിയാലും ആ അമ്മയും മോളും
സൂര്യനാരായണൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുവോ? അയ്യോ സോറി സർ, ഞാൻ പെട്ടെന്ന് മുത്തശ്ശിയോട്. സാരമില്ല. ഓരോ അലച്ചിലും ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യം അതാണ്. കൺമുന്നിലുണ്ട് എന്ന് തന്നെയാ സ്വാമികൾ ആവർത്തിച്ചു പറയുന്നത്. എന്നിട്ടും കാണാതിരിക്കുന്നത് ഒരു പക്ഷേ ആ ഒഴിഞ്ഞുമാറ്റം കൊണ്ടായിരിക്കും. സൂര്യ, ഒഴിഞ്ഞു മാറിയാലും ഒഴിച്ചു നിർത്തിയാലും വരിക തന്നെ ചെയ്യും. അയ്യോ, ഞാൻ എന്തോ ചോദിച്ചെന്ന് വെച്ചാ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആവണ്ടാട്ടോ. ഹേയ്, അത് വിട്ടുമോളെ. അല്ല, നീ എവിടുന്നാ ഡാൻസ് പഠിച്ചത്? സൂര്യ പറഞ്ഞു ക്ലാസിക്കൽ ഡാൻസിന് നല്ല ജ്ഞാനമാണെന്ന്. ഞാൻ പുറത്തെങ്ങും പോയി പഠിച്ചിട്ടില്ല. എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചതാ.